ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ PSC ടിപ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത് വാഗ്ബടാനന്ദനെ കുറിച്ചാണ്. മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. എല്ലാവരും കൂടെ പഠിച്ചു വരുന്നുണ്ടെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വ്യക്തിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ നമുക്ക് എന്തായാലും നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം. അദ്ദേഹം ജനിച്ചത് 1889 ഓഗസ്റ്റ് 21-നാണ്. എറണാകുളം ജില്ലയിലെ ചെറായി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1889 ഓഗസ്റ്റ് 21-ന് എറണാകുളം ജില്ലയിലെ ചെറായി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അച്ഛൻ കൊച്ചാവു വൈദ്യൻ, അമ്മ ഉണ്ണൂലി. അച്ഛൻ കൊച്ചാവു വൈദ്യൻ, അമ്മ ഉണ്ണൂലി. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ഇനി അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റ് പേരുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പുലയൻ അയ്യപ്പൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പുലയൻ അയ്യപ്പൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം. കേരള സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വർഷം 1917. ഈ സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരൻ എന്നായിരുന്നു. കണ്ടപ്പോൾ എല്ലാത്തിലും ഒരു സഹോദരനുള്ള കാരണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യമാണ്. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരൻ. ഈ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് മട്ടാഞ്ചേരിയിലാണ്. സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് മട്ടാഞ്ചേരിയിലാണ്. അദ്ദേഹം മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ കൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്നു. ഇതുവഴി അദ്ദേഹം ഉദ്ദേശിച്ചത് ജാതി നശീകരണമാണ്. ജാതി നശീകരണം നടത്തുന്നതിനായി അയ്യപ്പൻ രൂപം കൊടുത്ത സംഘടനയാണ് സഹോദര സംഘം. അപ്പോൾ സഹോദര സംഘത്തിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ കൺസെപ്റ്റുകളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതി നശീകരണം നടത്തുക എന്നതായിരുന്നു സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സഹോദര സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഈ സഹോദര സംഘം രൂപം കൊണ്ടത് 1917 ചെറായിലാണ്. 1917 ചെറായിൽ. ഈ സഹോദരൻ എന്ന പത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ എന്ന പത്രം. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ എന്ന പത്രം കേട്ടോ. അപ്പോൾ അത് PYQ ആണ്. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അദ്ദേഹം തുടങ്ങിയ മാസികകളും അതുപോലെ പത്രങ്ങളും അതിൻ്റെ വർഷങ്ങളും ഒന്ന് നമുക്ക് നോക്കാം. സഹോദരൻ എന്ന പത്രം തുടങ്ങിയത് 1917-ലാണ്. അദ്ദേഹം വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് 1933-ലാണ്. യുക്തിവാദി എന്ന മാസികയും ആരംഭിച്ചത് 1928-ലാണ്. സഹോദരൻ 1917, വേലക്കാരൻ 1933, യുക്തിവാദി 1928. ഇത് യുക്തിവാദി എന്ന പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്നു സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി എന്ന പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ഈ യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം എന്താണെന്ന് നമുക്ക് നോക്കാം. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിനാൽ ലഭിച്ചതല്ലാതിതൊന്നും ലോകവിജ്ഞാന രാശിയിൽ. ഒന്നും കൂടി പറയാം. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിനാൽ ലഭിച്ചതല്ലാതിതൊന്നും ലോകവിജ്ഞാന രാശിയിൽ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കിൻ്റെ മാതൃകയിൽ സഹോദരൻ അയ്യപ്പൻ പ്രസിദ്ധീകരിച്ച മാസികയാണ് വേലക്കാരൻ. ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യുക. ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കിൻ്റെ മാതൃകയിൽ സഹോദരൻ അയ്യപ്പൻ പ്രസിദ്ധീകരിച്ച മാസികയാണ് വേലക്കാരൻ. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണം കൂടിയാണ് വേലക്കാരൻ. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച മാസികയാണ് വേലക്കാരൻ ട്ടാ. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1917 മെയ് 29-നാണ്. ആ സംഭവത്തിൽ ചെറായി എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഈഴവരെയും പുലയരെയും എല്ലാം ഒന്നിച്ചിരുത്തി ഭോജനം നൽകി. അപ്പോൾ അങ്ങനെയാണ് 1917 മെയ് 29-ന് മിശ്രഭോജന പ്രസ്ഥാനം രൂപം കൊണ്ടത്.
അദ്ദേഹം ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചു. 1964 ആലുവയ്ക്ക് അടുത്ത് അദ്ദേഹം ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചു. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പനാണ്. നമുക്ക് ശ്രീനാരായണ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശ്രീനാരായണ ഗുരു ആണോ എന്ന ഓപ്ഷനിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വർഷം 1964. അദ്ദേഹം 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി. 1938 സ്ഥാപിച്ച സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. അദ്ദേഹം കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്നു. അദ്ദേഹം വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകി. PYQ വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹത്തെ കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിക്കുകയും ഉണ്ടായി. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഫേമസ് കോട്ട്സ് നമുക്ക് ഒരു 2-3-4 നോക്കാം കേട്ടോ. ഒന്ന് നോക്കാം. ഒന്നാമത്തെ, കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ. അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ്, കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ. പിന്നെ രണ്ടാമത്തെ ഒന്ന്, ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന്. ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന്. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് ഐഡിയാസാണ്. അവനവനിസം, ജാതിക്കുശുമ്പ്, ആൾ ദൈവം എന്നീ പുതിയ പദങ്ങൾ അദ്ദേഹം പ്രയോഗിക്കുകയുണ്ടായി. അവനവനിസം, ജാതിക്കുശുമ്പ്, ആൾ ദൈവം എന്നീ പുതിയ പദങ്ങൾ അദ്ദേഹം പ്രയോഗിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. കാശി മാഹാത്മ്യം, സഹോദരി കുറത്തി, മാവേലി നാടുവാണീടും കാലം, ഉജ്ജീവനം, റാണി സന്ദേശം, അഹല്യ, പരിവർത്തനം. ഒന്നുകൂടി പറയാം. കാശി മാഹാത്മ്യം, സഹോദരി കുറത്തി, മാവേലി നാടുവാണീടും കാലം, ഉജ്ജീവനം, റാണി സന്ദേശം, അഹല്യ, പരിവർത്തനം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൽ കാശി മാഹാത്മ്യവും സഹോദരി കുറത്തിയും മാവേലി നാടുവാണീടം കാലവും അതുപോലെ തന്നെ ഉജ്ജീവനം, ഈ കൃതികൾ നമുക്ക് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ഇതിൽ മാവേലി നാടുവാണീടും കാലം എന്നുള്ളത് ഒരു കവിതയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നും കൂടെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. അദ്ദേഹം ജനിച്ചത് 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചെറായി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അച്ഛൻ കൊച്ചാവു വൈദ്യനും അമ്മ ഉണ്ണൂലിയുമാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് പുലയൻ അയ്യപ്പൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം 1917 സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം. ഈ സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു സഹോദരൻ. ഈ സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരിയിലാണ്. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ കൺസെപ്റ്റുകളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. സഹോദര സംഘം രൂപം കൊണ്ടത് 1917 ചെറായിയിലാണ്. സഹോദരൻ എന്ന പത്രത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ പ്രസിദ്ധീകരണമാണ് സഹോദരൻ എന്ന പത്രം. അദ്ദേഹം ആരംഭിച്ച മാസികകളും പത്രങ്ങളും സഹോദരൻ, വേലക്കാരൻ, യുക്തിവാദി. ഇതിൽ യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം നമുക്കൊന്ന് നോക്കാം. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിനാൽ ലഭിച്ചതല്ലാതിതൊന്നും ലോകവിജ്ഞാന രാശി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കിൻ്റെ മാതൃകയിൽ സഹോദരൻ അയ്യപ്പൻ പ്രസിദ്ധീകരിച്ച മാസികയാണ് വേലക്കാരൻ. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. അദ്ദേഹം ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചു 1964. 1938 അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1928. അദ്ദേഹം കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്നു. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് അദ്ദേഹം
രൂപം നൽകി. കൊച്ചി രാജാവ് അദ്ദേഹത്തെ വീരശൃംഖല നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേമസ് കോട്സാണ് കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. അതുപോലെ തന്നെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. അവനവനിസം, ജാതിക്കുശുമ്പ്, ആൾ ദൈവം എന്നീ പുതിയ പദപ്രയോഗങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കാശി മാഹാത്മ്യം, സഹോദരി കുറത്തി, മാവേലി, നാടു വാണീടും കാലം, ഉജ്ജീവനം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പഠിക്കാനുള്ളത്. എല്ലാ പോയിൻറ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ശുഭദിനം.